ഹലോ ഗേസ്, പത്തനംതിട്ട പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നയന രാവിലെ എഴുന്നേറ്റ് റെഡിയൊക്കെ ആയിക്കഴിഞ്ഞ് ആദർശനോട് പറയുകയാണ്, എഴുന്നേക്ക് ആദർശേട്ടാ, പോയി അനിയനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുക, ഒരുപാട് ലേറ്റായി എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കേട്ടിട്ട് ആദർശ് നേരെ അനിയുടെ മുറി ചെന്ന് അനിയനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുവാണ്. എടാ, നിൻ്റെ കല്യാണമല്ലേ, ഇങ്ങനെ കിടന്നാൽ എങ്ങനെയാണ്, എഴുന്നേക്കെന്നൊക്കെ പറയുമ്പം അനി എഴുന്നേറ്റിട്ട് ഉറക്കപ്പിച്ചിൽ പറയുകയാണ്, ഓ അത് ഇന്നായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് കേട്ടോ. കഴിയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, നിനക്ക് കുറച്ചും കൂടെ മുമ്പേ കാര്യങ്ങൾ എന്നോട് പറയാമായിരുന്നു. ഞാൻ എല്ലാം അറിഞ്ഞത് ഇന്നലെയാണ് നയന പോലും എന്നോടെല്ലാം പറഞ്ഞത്. ഇപ്പോൾ ഒരുപാട് വൈകിപ്പോയില്ലേ എന്നൊക്കെ ചോദിക്കുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ അനി ഏട്ടനും ഏട്ടത്തിയൊന്നും അന്ന് നല്ല രീതിക്കല്ലായിരുന്നു. അഭിയേട്ടനും ഭാര്യയാണേലും കുഴപ്പങ്ങളായിരുന്നു. അതിനിടയ്ക്ക് ഞാനും കൂടെ നന്ദുവിനെ ഇങ്ങ് കൊണ്ടുവരേണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഏട്ടൻ സമ്മതിക്കില്ല എന്നൊക്കെ ഓർത്തുപോയി എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് ആദർശ് പറയാണ്, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഞാനത് ഇളയമ്മയോടൊന്ന് സൂചിപ്പിച്ചായിരുന്നു. പക്ഷേ ഇളയമ്മ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞാൽ നിൽക്കുന്നത്. സ്വന്തം അമ്മയുടെ ജീവൻ കളഞ്ഞിട്ട് ഒരു മകനും കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുമായിരുന്നല്ലോ എന്നൊക്കെ ആദർശ് പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് അനി പറയാണ്, ഞാൻ ഇനി എന്നാ ചെയ്യേണ്ട ആദർശ് ഏട്ടാന്ന് ചോദിക്കുമ്പം നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, ഇനി ഒന്നും ചെയ്യാനില്ലടാ, ഒരുപാട് വൈകിപ്പോയി, നീ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുക, കല്യാണം എന്തായാലും നടക്കട്ടെ എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് നന്ദു ഇങ്ങനെ വെള്ളിയിരിക്കാൻ നേരത്ത് ജാനകി നന്ദുവിനെ തേടി വരുവാണ്. എന്നിട്ട് പറയാണ്, നീ ഇവിടെ തന്നെ കാണുമെന്ന് എനിക്കറിയാം, നീ ഒറ്റൊരാൾ കാരണമാണ് ഇന്നലെ ആദർശ് എൻ്റെ മോനെ അടിച്ചത്. അവൻ്റെ കൈവിരലിൻ്റെ പാട് എൻ്റെ മോൻ്റെ മുഖത്തുണ്ട്. ഇത്രയും നാളായിട്ട് ഞങ്ങളൊന്നും നുള്ളി പോലും നോവിക്കാത്ത എൻ്റെ കുഞ്ഞിനെയാണ് ആദർശ് അടിച്ചത്. അവനും സ്വന്തം അനിയനെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ജീവനായിരുന്നു. നീ ഒറ്റ എടുത്തോളം ഇതിനൊക്കെ കാരണം എന്നൊക്കെ പറഞ്ഞ് നന്ദുവിനോട് ദേഷ്യപ്പെടുവാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, നീ കല്യാണത്തിന് പോലും വരണമെന്ന് എനിക്കില്ല, എൻ്റെ മരുമോള് പാവാ കൊച്ച്, അതിന് നിന്നെ കാണുമ്പോൾ ആദ്യം കയറിയിട്ട് അതിൻ്റെ ജീവിതം കൂടെ കളയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ നന്ദുവിനെ പിന്നെയും കുറ്റപ്പെടുത്തുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും പറയുകയാണ്, ആ നയന എന്ന് പറയുന്നവളെ ഞാൻ എൻ്റെ കൈവെള്ളയെ കൊണ്ട് നടന്നവളാണ്. അവൾ എനിക്കിപ്പോഴല്ലേ മനസ്സിലായത് ഇടത്തെയും ജലജയൊക്കെ പറയുന്നതിൽ കാര്യമുണ്ടെന്ന്. അവളെപ്പോലെ ഇത്ര അസൂയും കുശുമ്പും ഉള്ള ഒരുത്തോള് എൻ്റെ മരുമോള് നല്ലൊരു കുടുംബത്തിൽ നിന്ന് വരുവാന്ന് കണ്ടപ്പോഴേക്കും അവൾക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് ഇങ്ങനെ ഓരോ മുട്ടച്ചികളെ ഇങ്ങോട്ട് കയറ്റിക്കൊണ്ട് വരാൻ വേണ്ടി നോക്കിയാന്നൊക്കെ പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ നന്ദുവിന് ദേഷ്യം വരുന്നുണ്ട്. അപ്പം നമ്മുടെ ജാനകി ചോദിക്കുന്നുമുണ്ട്, നീ വലിയ ഫൈറ്ററൊക്കെ അല്ലേ, എന്താടി ഇപ്പം നിനക്ക് പ്രതികരിക്കണ്ടേന്ന് ചോദിക്കുമ്പോഴത്തേക്കും നന്ദു പറയാണ്, ന്യായമുള്ള കാര്യത്തിന് മാത്രമേ ഞാനും നയനേച്ചിയും പ്രതികരിച്ചിട്ടുള്ളൂ. പിന്നെ എൻ്റെ നയനേച്ചിയെ പറ്റി നിങ്ങൾ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും നല്ലത് വരണമെന്ന് മാത്രമേ എൻ്റെ ചേച്ചി ആഗ്രഹിക്കുകയുള്ളൂ, അത് ഉറപ്പുള്ള കാര്യമാണെന്ന് പറയുമ്പോഴത്തേക്കും ജാനകി പറയാം, എന്നാൽ ഞാനും ഓർത്തുകൊണ്ടിരുന്നേ, ഇപ്പോഴല്ലേ അവളുടെ തനി സ്വഭാവം എനിക്ക് മനസ്സിലായേ എന്നൊക്കെ പറയുവാണ്. അത് കഴിയുമ്പോഴേക്കും നവ്യനെയാണ് കാണിക്കുന്നത്. നവ്യ പറയുന്നുണ്ട്, ഈ സാരിയുടെ പ്ലീറ്റ് ഒന്ന് പിടിച്ചു തന്നേന്ന് പറയുമ്പോഴേക്കും അനി പറയാണ്, എനിക്കറിയാൻ പാടില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ജലജ അത് ചെയ്തു കൊടുക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും രണ്ടുപേരോടും കൂടെ നവ്യ പറയുന്നുണ്ട്, നയനയുടെ അമ്മായിയമ്മ അവിടെ വെച്ച് അവളെ കുളിച്ച് പലതും പറയുമായിരിക്കും, അത് കേട്ട് എന്നെ കുളിക്കാൻ വേണ്ടിയിട്ടൊന്നും പറയാൻ വേണ്ടി ആരും വരണ്ട എന്നൊക്കെ പറയുവാണ് കേട്ടോ. അതൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ അഭി പറയുന്നുണ്ട്, അനന്തപുരിയിലോട്ടുള്ള മരുമക്കൾ എങ്ങനെയാണ് കയറി വരുന്നതെന്ന് നീ ഇന്ന് അവിടെ ചെല്ലുമ്പോൾ ആ പെണ്ണിൻ്റെ സ്വർണ്ണമൊക്കെ ഒന്ന് കണ്ട് പഠിക്കുക എന്ന് നവ്യയോട് പറയുവാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും നവ്യയ്ക്ക് ദേഷ്യം വന്നിട്ട് നവ്യ പറയുവാണ്, അത് അനന്തപുരിയിലെ മകനെ കെട്ടിക്കഴിഞ്ഞാലല്ലേ അങ്ങനെ കയറി വരേണ്ട കാര്യം ഉള്ളൂ. നിങ്ങളെയൊക്കെ എങ്ങനെ അനന്തപുരിയിലെത്തിയെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, എന്നെ കൊണ്ട് കൂടുതൽ പറയിക്കരുത്, എനിക്ക് ശവത്തെ കുത്തുന്ന ഇഷ്ടമല്ല എന്ന് പറയുവാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും അഭിയും ജലജ ആകെ പേടിക്കുവാണ്. എല്ലാം നവ്യയ്ക്ക് മനസ്സിലാവുകയാണ് കേട്ടോ. അത് കഴിയുമ്പോഴേക്കും നമ്മുടെ ജലജ ചോദിക്കുന്നുണ്ട്, നീ എന്താ പറഞ്ഞേ, ഞങ്ങളൊന്നും ഇവിടെ വലിഞ്ഞേറി വന്നതല്ല എന്ന് പറയുമ്പോഴത്തേക്കും നവ്യ പറയുന്നുണ്ട്, നിങ്ങളെങ്ങനെയാണ് വന്നതെന്നൊക്കെ എനിക്കറിയാം, പിന്നെ ഞാൻ വലിഞ്ഞേറിയൊന്നും വന്നതല്ല, ഇവിടുത്തെ മരുമക്കളായിട്ട് കയറി വന്നതാണ് ഞാനും എൻ്റെ അനിയത്തിയും എന്നൊക്കെ പറയുവാണ്. ഇതൊക്കെ കേട്ട് ജലജയ്ക്ക് ദേഷ്യം വന്ന് ജലജ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. അതേയും അഭി പറയുന്നുണ്ട്, നിൻ്റെ ഒരുക്കം കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നവ്യ പറയുന്നുണ്ട്, ഞാനൊന്ന് നല്ലപോലെ ഒരുങ്ങിയിട്ടേ വരുന്നുള്ളൂ, നീയും ആദ്യം കണ്ടപ്പോഴേ എന്നെ ഇഷ്ടപ്പെട്ടത് ഞാനിങ്ങനെ ഒരുങ്ങിയൊക്കെ നടക്കുന്നുണ്ടല്ലേ, നീ മാത്രമല്ല ആദർശേട്ടനും ആദ്യം കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടത് എന്നെ, അതിന് കാരണം എന്താണെന്ന് നിനക്കും അറിയാമല്ലോ എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്ന അനാമികേനെയാണ്. അനാമിക രാവിലെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അനാമികയുടെ അമ്മ വന്നിട്ട് പറയുവാണ്, എങ്ങനെയും കല്യാണ മണ്ഡപത്തിലൊന്ന് എത്തിയാൽ മതിയായിരുന്നു, ആ ഉമേന്ദ്രൻ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുമോയെന്നാണ് സംശയം, അവൻ ഗുണ്ടകളെ ഒന്നും വിടാതിരുന്നാൽ മതി, പിന്നെ അവിടെ എന്തായാലും വന്ന് പ്രശ്നം ഉണ്ടാക്കുകയല്ല, കൃഷ്ണമൂർത്തിയുടെ കൊച്ചുമോൻ്റെ കല്യാണമാണല്ലോ, അതുകൊണ്ട് അവിടെ വരാനുള്ള ധൈര്യമൊന്നും കാണിക്കുകയില്ല എന്നൊക്കെ പറയുവാണ്. ഇതൊക്കെ കേട്ട് ചെറുതായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുവാണ് കേട്ടോ അനാമിക. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയനെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒരുക്കുന്നതാണ്, ആ കൂടെ നന്ദു ഉണ്ട്. അപ്പോഴത്തേക്കും അവർ പറയുന്നുണ്ട്, അളിയാ നീ കാരണം ഞങ്ങൾക്ക് പണി കിട്ടിയെന്ന് പറയുമ്പോഴത്തേക്കും,
ഓ അങ്ങനെയൊന്നും ഇല്ലയെന്ന് അനി പറയുമ്പോഴത്തേക്കും നമ്മുടെ നന്ദുവിന് ദേഷ്യം വരുവാണ് കേട്ടോ. നന്ദു പറയുന്നുണ്ട് എന്തില്ലാന്ന്, നിങ്ങൾ എന്തായാലും കാണിച്ചത് മോശമായിപ്പോയി, ഇന്ന് കല്യാണം വന്നെങ്കിലും ഓർക്കണ്ടായിരുന്നോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ജാനകി അങ്ങ് കയറി വരുവാണ് കേട്ടോ. അപ്പം ജാനകി നന്ദുവിനെ കണ്ടിട്ട് പറയുകയാണ്, നീ ഇവിടെ തന്നെ കാണുമെന്ന് എനിക്കറിയാമായിരുന്നു, അതെനിക്ക് 100% ഉറപ്പായിരുന്നു, നിനക്ക് എൻ്റെ മോൻ്റെ കല്യാണം നടക്കുന്നത് ഇഷ്ടമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഓരോന്നും കുത്തിയും കൊള്ളിച്ചും നന്ദുവിനെതിരെ പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും അനി പറയുന്നുണ്ട്, അവളൊന്നും ചെയ്തില്ല അമ്മേ എന്നൊക്കെ പറയുമ്പോഴേക്കും പറയാണ്, നീ മിണ്ടായിരുന്നു, അവൾ എന്താ ചെയ്തതെന്നൊക്കെ എനിക്കറിയാം, കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിക്കണ്ട എന്നൊക്കെ പറയുവാണ്. അതിന് പറയുകയാണ്, നിൻ്റെ മുഖത്തെ ഈ ആദർശിൻ്റെ വിരലിൻ്റെ പാടിന് കാരണം പോലും ഇവളാണ് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. എന്നിട്ട് നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, ഇനി ഇവിടെ നിൽക്കാണ്ട് ഇറങ്ങിപ്പോകാൻ പാടില്ല നിനക്കൊന്ന് ചോദിക്കുമ്പോഴേക്കും നന്ദുവിന് സങ്കടം വന്ന് കരഞ്ഞുകൊണ്ട് നന്ദു അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് അനി അമ്മയോട് പറയുന്നുണ്ട്, അമ്മയ്ക്കിത് എന്തിൻ്റെ സൂക്കേടാ, അവളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും ജാനകി പറയുന്നുണ്ട്, നീ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കരുത്, പെട്ടെന്ന് റെഡി ആയിട്ട് ഇറങ്ങാൻ നോക്കുമെന്ന് പറയുവാണ് കേട്ടോ. അതിപ്പോൾ നന്ദുവിൻ്റെ ഫ്രണ്ട്സ് പറയുന്നുണ്ട്, എടാ ഞങ്ങൾ പറഞ്ഞാലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നന്ദു അവളെ ഇങ്ങനെ വേദനിപ്പിക്കണ്ടായിരുന്നു എന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും അനി പറയുന്നുണ്ട്, ഞാൻ എന്തോ ചെയ്യാനാ, ഞാനൊരു കല്യാണം നിർത്തി എവിടേക്കെങ്കിലും ഒളിച്ചോടി പോയാലോ എന്ന് ഓർത്തുകൊണ്ടിരിക്കുക, എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് ആകെ വിഷമിച്ചിരിക്കുവാണ്. അത് കഴിഞ്ഞ് നന്ദു മുറിയിലോട്ട് പോകുന്ന വഴിക്ക് നയന കാണുവാണ് കേട്ടോ. നയന ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നന്ദു പൊട്ടിക്കരയുവാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ അനീനെ ഒരുക്കാൻ വേണ്ടി പോയതാ, അപ്പോഴത്തേക്കും അനിയുടെ അമ്മ എന്നെ കുറേ വഴക്ക് പറഞ്ഞു എന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, എന്തിനാ മോളെ നീ ഇത്രയും പ്രശ്നത്തിനിടയ്ക്ക് അവനെ ഒരുക്കാൻ വേണ്ടിയിട്ട് പോയത്, നീ എല്ലാം മറന്നേക്ക്, ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യമൊക്കെ നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന് നിനക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ്. എന്തായാലും അനി തന്നെ ആ സാരിയൊക്കെ കൊടുത്ത് പെട്ടെന്ന് റെഡിയാവാൻ നോക്ക് എന്ന് പറയുവാണ് കേട്ടോ. ഇതൊക്കെ കണ്ടുകൊണ്ട് ആദർശ് അങ്ങ് വരുവാണ്. എന്നിട്ട് ആദർശ് പറയുകയാണ്, ഇപ്പം സംഭവിച്ചു, പക്ഷേ ഇനി നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിൻ്റെ സ്വന്തം ഏട്ടൻ തന്നെയാണ് ഞാനും, എന്നോട് നീ പറയാൻ മടിക്കരുത് എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും നന്ദു അവിടെ നിന്ന് പോവുകയാണ്. അത് കഴിയുമ്പോഴേക്കും ആദർശ് പറയാണ്, എനിക്കെന്തോ ഇപ്പോൾ ഈ കല്യാണം വേണ്ടാന്ന് തോന്നുക, പുരോഹിതൻ പറഞ്ഞ പോലെ ജാതകങ്ങൾ ചേരുകയില്ല എങ്കിൽ പിന്നെ എനിക്ക് വേറെയും സംശയമുണ്ട് നയനെ, എന്തായാലും അവർ കല്യാണം നടത്താൻ വേണ്ടി ജാതകങ്ങൾ ഒപ്പിച്ചാണോ എന്നൊരു എനിക്ക് സംശയമുണ്ട്, അവളുടെ ക്യാരക്ടറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും, അല്ലെങ്കിൽ ഒരാളെ വെറുതെ വെറുക്കുന്ന ആളല്ല ഇനി, നന്ദുവിനെ ഇഷ്ടമുള്ളതിൻ്റെ പേര് മാത്രമല്ല അനാമികമായിട്ടുള്ള കല്യാണത്തിന് അവന് താല്പര്യക്കുറവ്, എന്തോ വേറെയും പ്രശ്നങ്ങളുണ്ട്, ഇപ്പോൾ ഈ കല്യാണമായിട്ട് എനിക്ക് ഒട്ടും പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല എന്നൊക്കെ ആദർശ് പറയുവാണ്. എന്നിട്ട് നയനോട് ചോദിക്കുന്നുണ്ട്, നിനക്കങ്ങനെ എന്തെങ്കിലും തോന്നിയോ എന്ന് ചോദിക്കുമ്പം നയനൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അത് കഴിയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഞാൻ അമ്മയുടെ വാക്കുകൾ കേട്ട് എൻ്റെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ആവും അവൻ്റെ ജീവിതം എന്ന് ഓർത്ത് എനിക്ക് പേടിയുണ്ട്, അമ്മമാരെ സ്നേഹിക്കേണ്ടെന്നല്ല, പക്ഷേ അതിനിടയ്ക്ക് നമ്മുടെ ജീവിതം പോയെന്നൊക്കെ ആദർശ് നയനോട് പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, ഒന്നും ചെയ്യാനില്ല ആദർശേട്ടാ, ഒരുപാട് വൈകിപ്പോയി എന്ന് നയന പറയുവാണ്. അപ്പോഴത്തേക്കും ആദർശ് പറയുന്നുണ്ട്, ഇത്രയും വൈകിപ്പോയതിന് കാരണം നീ കൂടെയാണ്, നീ ഉറപ്പായിട്ടും എന്നോടിത് നേരത്തെ പറയേണ്ടതായിരുന്നു എന്നൊക്കെ പറയുവാണ്. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നയനയ്ക്കും ആകെ വിഷമമാവുകയാണ്. അങ്ങനെ വിഷമിച്ച് സങ്കടപ്പെട്ട് നിൽക്കുന്ന നയനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.